BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താൽ കോട്ടയം ജില്ലയിൽ പൂർണ്ണമായിരുന്നു. ജില്ലയിൽ പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും തടഞ്ഞു. തുറന്ന വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടപ്പിച്ചു. വാഹനങ്ങൾ തടഞ്ഞതോടെ തിരുനക്കരയിൽ ആംബുലൻസ് അടക്കമുള്ളവ കുടുങ്ങി. നിർബന്ധമായി കടകൾ അടപ്പിക്കില്ലെന്നും ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും CDS നേതാക്കൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നെങ്കിലും പ്രതിഷേധക്കാർ നിരവധി വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തു. കോട്ടയത്ത് കേരള ബാങ്ക് ഉൾപ്പെടെ അടപ്പിച്ചു. ലുലു മാൾ അടപ്പിക്കാനും ശ്രമം നടന്നു. മുണ്ടക്കയത്ത് പെട്രോൾ പമ്പുകളും ബാങ്കുകളും സ്വകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു. കോട്ടയം ടൗണിൽ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. അവർ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് കഴിഞ്ഞ 6 മാസമായി കുട്ടി ഉപദ്രവിക്കുന്നതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ ഈ കുട്ടിയുടെ മൊബൈലിലുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി ഡോക്ടറായി തീരേണ്ട ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് വിധേയമാക്കിയിട്ട് കൊലപ്പെടുത്തിയിട്ട് അതിന് പ്രതിഷേധിക്കാനുള്ള ഹർത്താലിനെ പുച്ഛിച്ചു തള്ളുന്ന കുറേ ആളുകളുണ്ട്. പട്ടിക വിഭാഗങ്ങൾ നടത്തുന്ന ഹർത്താലിനോട് മുഖം തിരിഞ്ഞിരിക്കുന്ന കുറേ ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ദളിതാദിവാസി സമൂഹം ഒന്നടങ്കം കേരളത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന സമരമുഖമാണ്. ഇത് ഒരു വിഷയമല്ല. നിതിൻ രാജ് മാത്രമല്ല, ഇതിനു മുമ്പ് എത്രയോ രജനി ആനന്ദ് ഉൾപ്പെടെ എത്രയോ വിദ്യാർത്ഥികളിലൂടെ മരണപ്പെട്ടു. കലാലയങ്ങളിൽ ജാതിവരി നടന്നുകൊണ്ടിരിക്കുക. ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ്. മേലിൽ കേരളത്തിൽ ഇതുണ്ടാകാൻ പാടില്ല. പൊൻകുന്നം ടൗണിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യുക, രോഹിത് വെമുല ആക്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമര അനുകൂലികൾ ഉന്നയിച്ചത്. നിതിൻ എന്ന ആ ചെറുപ്പക്കാരൻ്റെ കൊലപാതകം, ആ കൊലപാതകത്തിന് ഉത്തരവാദികളായിരിക്കുന്ന ആ അധ്യാപകരെയും ആ ടീച്ചറിനെയും അവരുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ഹർത്താൽ വഴി ഞങ്ങളുടെ സമൂഹത്തിന് ഇത്തരം കാര്യങ്ങൾ ഛേദോധം ചെയ്തുകൊണ്ട് നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ മേലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളെ മനുഷ്യരായി കാണുവാനുള്ള ആ മനസ്സ് പോലും ഇത്തരത്തിൽ നമ്മുടെ സർക്കാരുകൾ കാണിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.